എബ്രഹാം ഇ ഡാനിയേൽ എൻ്റെ ബ്രദർ. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങളെ വിട്ടുപോയത്. ആ വേദനയിൽ നിന്ന് ഞങ്ങൾ മുക്തരല്ല. 1995 ഞങ്ങൾ സഹോദരങ്ങളായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയെ ഞാൻ വിവാഹം കഴിക്കുന്നതിലൂടെയാണ് അദ്ദേഹം എൻ്റെ ബ്രദറാവുന്നത്. 96 വലിയ ഒരു ദുരന്തം, ഒരു അപകടത്തെ അദ്ദേഹം നേരിടുകയുണ്ടായി. ആദിലാബാദിൽ വെച്ച് 2 കൈയും 1 കാലും അദ്ദേഹത്തിൻ്റെ ഒടിഞ്ഞിരുന്നു. റിബ്സ് പൊട്ടിയിരുന്നു. ആലുവയിലായിരുന്നു അന്ന് താമസിച്ചിരുന്നു. വളരെ കുഞ്ഞ് 2 കുട്ടികളായിരുന്നു. സാമ്പത്തികമായ ഒത്തിരി പ്രതിസന്ധികളൊക്കെ അദ്ദേഹം നേരിട്ടിരുന്നു. ആ അപകടത്തിൽ നിന്ന് മോചിതനായതിനു ശേഷവും അദ്ദേഹം മധ്യപ്രദേശിലെ ബേത്തൂളിലേക്ക് പോവുകയാണ് ചെയ്തത് സുവിശേഷ വേലയ്ക്കായി. പല സുഹൃത്തുക്കളും അദ്ദേഹത്തോട് നിർബന്ധിച്ച് നിങ്ങൾ കേരളത്തിൽ തങ്ങുമെന്നും പറയുമ്പോൾ പോലും എനിക്ക് നിയോഗിക്കപ്പെട്ട മണ്ണ് അത് ബേത്തൂളാണ്, മധ്യപ്രദേശാണ് എന്ന് തിരിച്ചറിയുകയും അവിടെ സുവിശേഷ വേലയിൽ സജീവമാകുകയും ചെയ്ത ഒരാളാണ്. തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ഭൂസ്വത്തും സമ്പത്തൊക്കെ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുമ്പോഴും മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ വീടിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പോലും പ്രമുഖമായ സ്ഥാനം അദ്ദേഹം സുവിശേഷ വേലയ്ക്കാണ് കൊടുത്തത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ചേട്ടൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. വളരെ നിഷ്കളങ്കനും സമർപ്പിതനും ആയ ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ നഷ്ടം സത്യത്തിൽ അറിയിക്കാവുന്നതല്ല. ഈ കോവിഡ് കാലത്ത് നമ്മുടെ പല പ്രിയപ്പെട്ടവരും നമ്മളെ വിട്ടു പോകുമ്പോൾ അവരെ ഒന്ന് കാണാനോ ഒരു യാത്ര പറയാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നൊരു കാര്യം. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ബേത്തൂളിലെ മണ്ണിൽ സംസ്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാനായത് അദ്ദേഹത്തിൻ്റെ കാലുകളായിരുന്നു. ആശുപത്രിയിൽ ഉപയോഗിച്ച പുതപ്പായിരുന്നു. അത് കാണാനുള്ള സൗകര്യം ഓൺലൈൻ വഴി അവിടെയുള്ള സഹോദരങ്ങൾ ഒരുക്കി തന്നു. അവരോട് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം ദൈവസന്നിധിയിൽ വസിക്കുന്നു, ഞങ്ങളെ കാണുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം ദൈവസന്നിധിയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ മനസ്സ് ആണ് അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ എത്തിച്ചത്. സമർപ്പിതമായ സുവിശേഷ വേലയാണ് അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ എത്തിച്ചതെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇവാഞ്ചലിസ്റ്റ് എബ്രഹാം വി ഡാനിയലിന്റെ ജ്യേഷ്ഠൻ ആയ ആൻഡ്രൂസ് വി ഡാനിയലിന്റെ മകനാണ് ഞാൻ. എൻ്റെ പേര് മെൽവിൻ ഡാനിയൽ. ഞങ്ങൾ ഇപ്പോൾ ഖത്തറിന്റെ പ്രദേശത്തായിരിക്കുന്നു. എൻ്റെ സുന്ദർപാപ്പനെ കുറിച്ച് 2 വാക്ക് പറയുവാനാണ് ഞാൻ ഈ സമയമെടുക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളമശ്ശേരിയിലുള്ള ബ്രദറിൻ അസംബ്ലിയോടനുബന്ധിച്ചാണ് ഞങ്ങൾ കൂട്ടായ്മകളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ആ സമയങ്ങളിലെല്ലാം സുന്ദർപാപ്പൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ക്ലാസ് എടുക്കുവാനും
വചനം പഠിപ്പിക്കുവാനും പാട്ടുകൾ പഠിപ്പിക്കുവാനും എല്ലാം മുൻപന്തിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏത് കാര്യത്തിനും നമ്മൾ പറയേണ്ട അതിന് മുമ്പേ തന്നെ മുൻകൈ അദ്ദേഹം തന്നെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. ആർക്കും ഒരു ഉപദ്രവവും ചെയ്തതായിട്ട് ഞാൻ ഇതുവരെയും ഓർക്കുന്നില്ല, എനിക്കറിയില്ല. നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. ആ ഇവാഞ്ചലിസ്റ്റിനെ പിന്തുടരുവാൻ, അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തി സ്വന്തം തന്റെ ഇളയ മകൻ എബ്രഹാം ബി ഡാനിയേലായിരുന്നു. അദ്ദേഹം ദൈവം അദ്ദേഹത്തെ വിളിച്ച് വർദ്ധിച്ച നാൾ മുതൽ ഇന്ന് വരെയും വിശ്വസ്തയോടെ നിൽപ്പാൻ, ദൈവത്തിന്റെ വേല തികയ്ക്കുവാൻ അദ്ദേഹത്തിന് ദൈവം ഇടയാക്കി തീർത്തതിനായി സ്തോത്രം. അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും ആദ്യത്തെ സോങ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന ആ ഗാനം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ പാട്ട് പാടുമ്പോൾ ആ പാട്ട് പാടുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും. അദ്ദേഹം നോർത്ത് ഇന്ത്യൻ പ്രദേശത്ത് വർക്ക് ചെയ്തിട്ട് ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും പിന്നോട്ട് കാല് വെപ്പാൻ ദൈവം ഇടയാക്കിയില്ല. കൂടുതൽ ഊർജത്തോടെ ദൈവത്തിന്റെ വേല തികയ്ക്കുവാൻ അദ്ദേഹം ഓടിക്കൊണ്ടിരുന്നു. അനേകം ചർച്ചുകൾ അവിടെ പണിയുവാനും ഞങ്ങളുടെ 1991 ശേഷം ഞങ്ങൾക്ക് ദൈവം ഒരു ഭവനം നൽകി അങ്കമാലിലേക്ക് ഞങ്ങൾ താമസം മാറി. അതിനു മുമ്പ് ഇവര് കുടുംബമായി നോർത്ത് ഇന്ത്യൻ പ്രദേശത്തേക്ക് പോകുവാനും, ആദ്യം ട്രൈബൽസിന്റെ ഇടയിലാണ് അവര് വേല ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുവാനും അവിടെ വേല തുടരുവാനും ദൈവം അവരിടയാക്കി തീർത്തു. അതുപോലെ പാവപ്പെട്ട അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂള് ദൈവം അവർക്ക് കൊടുത്തു. അവർക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുവാനും അവരെ പരിചരിപ്പാനും ദൈവം അവരിടയാക്കി തീർത്തു. അവരുടെ വിളിയും അവരുടെ തെരഞ്ഞെടുപ്പും എന്താണെന്നുള്ള ഉത്തമ ബോധ്യം എൻ്റെ സുന്ദർപാപ്പനുണ്ടായിരുന്നു. ദൈവത്തിന്റെ വേല തികയ്ക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് ദൈവം അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുത്തു. ഈ ദേഹവിയോഗം ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. വളരെ വേദനയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരും വിഷമിച്ചതുപോലെ ഞങ്ങളെയും അത് വിഷമിപ്പിച്ചു പറ്റുന്നുള്ളൊരു വിയോഗം ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ദൈവത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പാപ്പന്റെ മരണവും അത് വിലയേറിയത് തന്നെയാണ് ദൈവത്തിന് മുമ്പ്. ഈ വരും കാല ജീവിതങ്ങളിലെല്ലാം ഈ കലുഷിതമാകുന്ന ഈ ലോകത്ത് ജീവിപ്പാൻ തുടർന്നും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് ജീവിപ്പാൻ ആന്റിയെയും കുഞ്ഞുങ്ങളെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരൂശലേം നഗരമതിൽ. പൊൻപുലരയിൽ ഒത്തുചേർന്നു യേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോൻ. ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമായി. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ.
സുന്ദരനെ കുറിച്ചുള്ള എൻ്റെ സാക്ഷിയുടെ ബന്ധത്തിൽ ആദ്യമായിട്ട് ഞാൻ വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 തിമോഥെയോസ് 4:7 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രിയ സുന്ദരമായിട്ടുള്ള എൻ്റെ ബന്ധം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 42 വർഷമായിട്ട് ഞാൻ ആ കുടുംബമായിട്ട് ബന്ധം പുലർത്തിയതാണ്. സുന്ദരൻ്റെ ഏക സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചത് 1978 ജൂലൈ മാസം 19-ാം തീയതിയാണ്. ആ ദിവസം മുതൽ ഈ സമയം വരെ സുന്ദരമായിട്ടുള്ള എൻ്റെ കൂടിക്കാഴ്ചയിലും ഇടപെടലുകളിലും സുന്ദർ ആരോടും ഒരു പരാതി പറയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 28 വർഷമായിട്ട് സുന്ദർ മധ്യപ്രദേശിൽ ബേത്തൂരിൻ്റെ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഭാഷ അറിയാത്തവരുടെ ഇടയിൽ ചെന്നു താൻ ഭാഷ പഠിച്ച് അവരെ ദൈവവചനം കേൾപ്പിച്ച് അവരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുക എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഒരു ദൗത്യമായിരുന്നു. ആ ദൗത്യം നിറവേറ്റുവാൻ കർത്താവ് അവനെ ഒരു പരിധിവരെ സഹായിച്ചു. അവൻ്റെ പ്രവർത്തന മുഖാന്തരം അവിടെ 5 സഭകൾ രൂപീകരിക്കാനൊക്കെ ഇടയായി. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദീർഘനാളുകളിലേക്ക് ഇവിടെ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് മധ്യപ്രദേശിലേക്ക് പോകാനിടയായി. അവിടെ ചെന്നപ്പോഴാണ് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ വലിപ്പവും എൻ്റെ മഹാത്മ്യവും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. രാവിലെ 6:30 മണിക്ക് ഞായറാഴ്ച രാവിലെ 6:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ്. രാവിലെ ചെന്ന് ഒരു സഭയിൽ ചെന്ന് കർത്താവിനെ ആരാധിച്ച് കർത്തമേശ ആചരിച്ച് അതിനുശേഷം എൻ്റെ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അനേക ഭവനങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് സന്ദർശിക്കാനിടയായി. എനിക്ക് അല്പം ഭാഷ അറിയാവുന്നതുകൊണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ ഇടയായി. അവർ വളരെ ആത്മാർത്ഥമായിട്ടും സുന്ദരനോട് പെരുമാറിയത് മാത്രമല്ല, സുന്ദരനും ഗിഫ്റ്റിയും അവരുടെ പ്രവർത്തനം വളരെ ശുഷ്കാന്തിയുള്ളവരായിരുന്നു. മാത്രമല്ല ആ ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമായിരുന്നു. അത് നിർവഹണം ദൈവരെ സഹായിച്ചു. ഇടം കൈയും വലം കൈ തിരിച്ചില്ലാത്ത ജനത്തിനോട് പറയുന്ന പോലെ അവരുടെ ഇടയിൽ ചെന്ന് അവരെ ദൈവവചനം കേൾപ്പിക്കുക എന്നുള്ളത് ഒരു ദുഷ്കരമായ സംഗതിയാണ്. എന്നാൽ അത് ദൈവം അവന് കൂടി പ്രസാദിച്ച് അത് നിർവഹണത്തിനിടയായി. അങ്ങനെ ദീർഘവർഷം ആ പ്രദേശത്തായതുകൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ ദൈവം തന്റെ പക്ഷത്തേക്ക് ചേർക്കാൻ സാധിച്ചു. മാനുഷികമായ രീതിയിൽ അത് വളരെ ദുഃഖകരമാണ്. മാത്രമല്ല തിരിച്ചിരിക്കാൻ നാഴികയാണ് മനുഷ്യർക്ക് തോന്നുന്നത്. എന്നാൽ കർത്താവിന്റെ സമയത്താണ് സംഭവിച്ചത്. കാരണം നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം എല്ലാം അതായത് സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. ദൈവത്തെ ദൈവസന്നിധിക്കാൻ ചേർക്കാൻ സാധിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ദുഃഖമുണ്ട്, പരിഭ്രമമില്ല. കാരണം എന്താ? ദൈവം തന്റെ മകനെ തന്റെ പക്ഷത്തേക്ക് ചേർത്തുള്ളതാണ്. അതുകൊണ്ട് അവന് വായിക്കാനുള്ള ഒരു വാക്യം ഇതാണ്. ഞാൻ ഇതാണ് വായിച്ചത്. അതുകൊണ്ട് ഞാൻ ഇത് വായിച്ചത്. ഞാൻ നല്ല പുറപ്പെടുന്നു, ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് പറയാൻ തക്കണം യോഗ്യത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല ദാനിയേലിനോട് പറഞ്ഞ പോലെ, ദാനിയേലെ പോയിക്കൊള്ളുക, നീ വിശ്രമിക്കുക, കാലാവസരത്തിങ്കൽ നിന്റെ ഓഹരിയിൽ താങ്ങി എഴുന്നേറ്റ് വരും. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. സുന്ദർ, നീ പോയി വിശ്രമിക്കുക, കാലാവസരത്തിങ്കൽ നിന്റെ ഓഹരി എടുക്കാൻ എഴുന്നേറ്റ് വരിക. അതാണ് നമുക്ക് പറയാനുള്ളത്. ലഭിച്ചിരിക്കുന്ന ഗിഫ്റ്റിയെയും മക്കളെയും ദൈവകാര്യങ്ങൾ പരിഗണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടർന്നു. അവിടെ ആയിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ നാമത്തിന് ജീവിക്കാൻ നിൽക്കണം. അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. സ്നേഹം
परमेश्वर के नाम की महिमा होने पाए। मैं जॉयसन मैथ्यू छत्तीसगढ़ दुर्ग से 29 अगस्त 2020 सुबह 12:30 बजे इवेंजलिस्ट अब्राहम वी डैनियल, जिनका दुखद निधन हो गया, वो मेरे मामा ससुर लगते हैं। मेरी पत्नी के मामा जी और मेरा उनके साथ जो परिचय इस विवाह के संबंध में हुआ, बहुत ही अच्छे एक आत्मिक पिता और सेवकाई के लिए वो डेडिकेटेड थे और सेवकाई वो करते थे। परमेश्वर ने बल, सामर्थ, शक्ति, जो समझ, ज्ञान दिया, केरल से छोड़कर इस एमपी के प्रदेश में आकर सेवकाई किया। पिछले 28 साल से वो सेवकाई कर रहे थे। 5 कलीसियाओं की स्थापना की अलग अलग जगहों पर। मैं उनके आत्मिक जिंदगी के बारे में 2 बातों को जल्दी से बोलना चाहूँगा, समय का बाध्यता है उसकी वजह से। पहली बात, कुछ सालों पहले जब वो हमारे घर पे आए तो मुझसे एक शाम को उन्होंने बोला कि मुझे दुर्ग की ओर जाना है, कुछ काम है, कुछ लोगों से मिलना है, एक बंदे से मिलना है। तो मैं बोला ठीक है, चलिए चलेंगे। मैं उनको लेकर गया। दुर्ग पॉलिटेक्निक कॉलेज जाना था उनको, वहाँ पे वो हैं करके बोले, उनसे मिलना है। मुझे गेट के बाहर ही खड़ा कर दिया उन्होंने। मैं गेट के बाहर ही था, वो उनसे मिले। काफ़ी देर हो गया, आए नहीं। मैं आने के बाद फिर उनसे पूछा, 15-20 मिनट के बाद वो जब आए, उनसे पूछा कौन था, क्या था। तो बोले मैं आपको नंबर दूंगा, उनसे बीच बीच में आप मिला करिए। ये एक नक्सलाइट भाई थे, अब नहीं हैं। मैंने इनको जीवता सुसमाचार सुनाया, प्रभु यीशु मसीह उद्धार करता है उसके बारे में उनको सुनाया, और ये मन फिराए हैं, अपने पाप से प्रायश्चित किया है कि और अपने आप को उन्होंने बदला प्रभु के लिए। मैंने एक चीज़ उनके जीवन से जो सीखा वो यही है कि सुसमाचार की सेवकाई करने के लिए चेहरा नहीं देखना है या पर्टिकुलर किसी को बोलना, ऐसा नहीं है। जिसके पास जीवता वचन पहुंचा सकते हैं वो पहुंचाना है। वो माने न माने, मगर उस सेवकाई के भाव को करना है। और उन्होंने वो नक्सलाइट है, उनका बैकग्राउंड ठीक नहीं है, ये सब नहीं सोचा, सेवकाई किया। और परमेश्वर ने पवित्र आत्मा के द्वारा उस भाई को बचाना था, इसलिए उस भाई को बचाया। परमेश्वर की नाम की उससे महिमा होने पाए। दूसरी बात, मैं कुछ सालों पहले बैतूल गया था और पाडर में इनके साथ, इनके फैमिली के साथ और हम अपनी फैमिली के साथ पाडर में आराधनालय में आराधना करने के लिए गए। और एक अच्छी आराधना थी, आत्मिक आराधना थी, और वो परमेश्वर की उपस्थिति में ग्रहण योग्य थी। और वो सीक्वेंस बहुत ही अच्छा था और आत्मिक आराधना थी। मैंने वहाँ नेतृत्व इनका देखा। एक आत्मिक पिता जो चरवाहा है, अपनी भेड़ों की कैसे देखभाल करता है और कैसी सच्ची शिक्षा देता है, उन बातों को मैंने देखा। आज हमारे बीच में नहीं है, दुख का कारण जरूर है, मगर हमारे अंदर एक जीवित आशा है। जो प्रभु में सो गए हैं वो प्रभु के दोबारा आगमन पर, उसके नियत समय पर उठा लिए जाएंगे। हम जो हैं, हम सबों के अंदर एक आशा है। हमारे जो प्रियजन शरीर को त्याग दिए हैं, हम उनसे दोबारा से मिलेंगे, क्योंकि वो शरीर को यहाँ त्यागे हैं, मगर वो वहाँ रूपांतरित या जीवित होकर परमेश्वर की उपस्थिति में, मुझे मालूम है हम सब उस आशा में जी रहे हैं। हम एक दूसरे को सांत्वना दे, जैसे पहला थिस्सलुनीकियों 4 अध्याय के 14वें पद से 18वें पद तक उन बातों को हम देखते भी हैं। हम परमेश्वर की नाम की उससे महिमा करने पाए। गिफ्टी एंडी के लिए और टेफी के लिए और कैल्विन के लिए भी हमें आगे प्रार्थना करें। वो जब वो बैतूल के प्रदेश में है, उनको परमेश्वर उपयोग करे, उनसे परमेश्वर की नाम की महिमा होने पाए। इस अच्छे समय को जो मुझे परमेश्वर ने दिया, मैं एक बार और सुंदर चाचन को याद करता हूँ, उनकी सेवकाई को याद करता हूँ, उनके आत्मिक पिता के नेतृत्व को याद करता हूँ, और उनके हर एक कार्यों को याद करके मैं परमेश्वर को धन्यवाद देना चाहता हूँ। परमेश्वर की नाम की महिमा होने पाए। ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വൻ കൃപയിൽ ആയിരിക്കുന്ന ഈ സമയം
എൻ്റെ പിതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരനായ ഒരു സുവിശേഷകനായിരുന്നു എബ്രഹാം വി ഡാനിയൽ എന്നറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും മധ്യപ്രദേശിൻ്റെ ബേത്തൂൾ എന്ന പ്രദേശത്തെ ജീവിതങ്ങൾക്കായി സമർപ്പിച്ച് ഒരു സുവിശേഷകനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. കുടുംബമായിട്ട് അവിടെ സുവിശേഷ പ്രവർത്തനവുമായി മുന്നേറുകയായിരുന്നു. കഴിഞ്ഞ 2020 ഓഗസ്റ്റ് 29 ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞങ്ങൾ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്ന ആ സുവിശേഷ പ്രവർത്തകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. ഞങ്ങൾ അദ്ദേഹത്തെ സുന്ദർ പേപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഞങ്ങൾ പ്രത്യാശയോടെയാണ് ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അദ്ദേഹത്തെ ആ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ, അങ്ങനെ ആ പ്രത്യാശയുടെ തീരത്ത് കാണാമെന്നുള്ളൊരു പ്രത്യാശാഗാനം ഞാനിവിടെ ആലപിക്കുന്നു. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. കാഹളത്തിൻ ധ്വനി മുഴങ്ങും ആത്മമണവാളൻ വെളിപ്പെടുമ്പോൾ, ക്രിസ്തുവിൽ നിദ്രയിൽ ആയവരേവരും പറന്നുയരും ക്ഷണത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും. Glory to God in the highest. I am thankful to God and dear brother for this opportunity to testimonize about my uncle Abraham V. Daniel. Usually we call him Sundar Papan. Every time we met him, he carries a big smile on his face. If we go through with his life, he is an obedient servant of Lord, a good husband and a wonderful father. He loved his wife and children very much. He chooses a glorified career in 1988 as a mission worker. By the grace of God, he established 5 gospel homes over there and 1 school named as Good Shepherd. On his early days, he used to teach Sunday schools. Some of his students were the elders of some churches in Ernakulam district also. He taught me the lesson that how to prepare an exaltation message. On my early days, I usually take psalms for the exaltation without any preparation. Thank you. എപ്പോഴും ഞാൻ സന്തോഷിക്കും, എൻ യേശു എൻ്റെ ഗാനം. എല്ലായിടവും ഞാൻ ഘോഷിക്കും, എൻ്റെ രക്ഷകൻ്റെ ഗാനം. യേശുവേ സ്വർഗ്ഗത്തിൽ നീ എൻ്റെ നാമമെഴുതി, ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. നിൻ രാജ്യത്തിനു അന്യനായി ഞാൻ ഭൂമിയിൽ ഉഴന്നു. നീ വന്നപ്പോൾ ഞാൻ ധന്യനായി
പ്രവേശനം നീ തന്നു. യേശുവേ സ്വർഗത്തിൽ നീ എൻ്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. മഹത്വമുള്ള രക്ഷകാ നീ തന്നെ സ്വർഗവാതിൽ. സ്വർഗീയ ഗീതങ്ങൾ സദാ മുഴങ്ങുന്നു എൻ കാതിൽ. യേശുവേ സ്വർഗത്തിൽ നീ എൻ്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. ഈ ലോകത്തിൻ്റെ മാനവും എനിക്കില്ല ഞാലെന്ത്. സ്വർഗീയ പേരും സ്ഥാനവും തരുമെൻ ദിവ്യ ബന്ധു. യേശുവേ സ്വർഗത്തിൽ നീ എൻ്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. എൻ നാമം മായ്ച്ചു കളവാൻ പിശാചിനദസാധ്യം. എൻ യേശു ശക്തൻ കാക്കും താൻ തൻ്റെ രക്തത്തിൻ സമ്പാദ്യം. യേശുവേ സ്വർഗത്തിൽ നീ എൻ്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. മൃത്യുവിൻ കാലം അടുത്താൽ എങ്ങില്ലൊരു ഭയവും. ക്രിസ്തു എൻ ജീവൻ ആകയാൽ മരിക്കുന്നതു ലാഭം. യേശുവേ സ്വർഗത്തിൽ നീ എൻ്റെ നാമമെഴുതി ആരുമെടുക്കാത്ത ഈ ഭാഗ്യമെൻ സന്തോഷം. യുദ്ധമാകുവാൻ ചേനേതാൻ സൈന്യത്തിൽ താൻ ദിവ്യവിളി കേട്ടു ഞാൻ ദൈവാത്മാശക്തിയിൽ നല്ല പോർപ്പൊരുതു ഞാൻ ക്രിസ്തുവിൻ നാമത്തിൽ വാടാകിരീടം പ്രാപിപ്പാൻ Lord,
പരം നല്ല പോരുതു ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ പാടാകിയിടം പ്രാപിപ്പാൻ മാനിത്യരാജ്യത്തിൽ ഞാൻ കണ്ടു വലിയ സൈന്യമാം വിശ്വാസവീരരെ പിഞ്ചെല്ലും ഞാനും നിശ്ചയം നീതിവീരരെ നല്ല പോരുതു ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ പാടാകിയിടം പ്രാപിപ്പാൻ നിത്യരാജ്യത്തിൽ കുഞ്ഞാടേ തിരുരക്തദാനം എനിക്കു സ്നേഹിക്കാം താൻ സർവായുധബദ്ധതാം എല്ലാം സമാപിക്കാം നല്ല പോരുതു ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ പാടാകിയിടം പ്രാപിപ്പാൻ താൻ നിത്യരാജ്യത്തിൽ കല്ലോരു മുറിവേകുകിൽ ആശിക്കയില്ല ഞാൻ ശത്രുവിന്റെ കൈകളിൽ ഏൽപ്പിക്കയില്ല താൻ നല്ല പോരുതു ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ പാടാകിയിടം പ്രാപിപ്പാൻ താൻ നിത്യരാജ്യത്തിൽ എൻ ജീവനെയും വയ്ക്കുവാൻ ഏനാഥൻ കൽപ്പിക്കിൽ സന്തോഷത്തോടൊരുങ്ങും ഞാൻ താൻ കുശിക്ഷയ്ക്കായി നല്ല പോരുതു ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ പാടാകിയിടം പ്രാപിപ്പാൻ താൻ നിത്യരാജ്യത്തിൽ വിശ്വാസത്തിന്റെ നായകൻ നീ യോദ്ധാവേ വിശ്വസ്തനായി കാക്കുക അന്ത്യത്തോളമേ നല്ല പോരുതു ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ പാടാകിയിടം പ്രാപിപ്പാൻ താൻ നിത്യരാജ്യത്തിൽ Have you been to Jesus for the cleansing power? Are you washed in the blood of the Lamb? Are you fully trusting in His grace this hour? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless or the white as snow? Are you washed in the blood of the Lamb? Are you walking daily by the Savior's side? Are you washed in the blood of the Lamb? Do you rest each moment in the crucified? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless or the white as snow? Are you washed in the blood of the Lamb?
washed in the blood of the Lamb. Lay aside the garments, they are stained with sin, and be washed in the blood of the Lamb. There's a fountain flowing for the soul unclean. Oh, be washed in the blood of the Lamb. Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless, or they white as snow? Are you washed in the blood of the Lamb? നഷ്ടങ്ങളോർത്തിനി കരയേണ്ട, കരുതാൻ ശക്തൻ കൂടെയുണ്ട്. തളരരുതേ, പതറരുതേ, ദൈവം നിന്നോട് കൂടെ. തളരരുതേ, പതറരുതേ, ദൈവം നിന്നോട് കൂടെ.
വല്ലഭാ രക്ഷയേ ഉന്നതി വെടിഞ്ഞവനേ മണ്ണിൽ താണു വന്നവനേ ഉന്നതി വെടിഞ്ഞവനേ മണ്ണിൽ താണു വന്നവനേ എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത് എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത് യേശുവേ രക്ഷാദായക നിൻ സന്നിധി വരുന്നു എൻ്റെ പാപഭാരവുമായി വല്ലഭാ രക്ഷയേ എൻ്റെ പാപഭാരവുമായി വല്ലഭാ രക്ഷയേ. Thank you. नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ हम मिलेंगे बादलों पर हम मिलेंगे बादलों पर देखेगा सारा जहाँ नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ उसका कोई भी वादा ना होगा अधूरा हर एक वादा उसका होता है पूरा उसका कोई भी वादा उसके आने का वादा भी पूरा होगा देखेगा सारा जहां नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ हम मिलेंगे बादलों पर हम मिलेंगे बादलों पर देखेगा सारा जहां नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ ये विश्वास है मेरा जो होगा पूरा सपना ये मेरा ना रहेगा अधूरा ये विश्वास है मेरा उसके संग हम रहेंगे अपने यीशु के देखेगा सारा जहां नीले आसमां के पार जाएंगे मेरा यीशु रहता वहाँ नीले आसमां के पार जाएंगे
मेरा यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ।